പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം. ദൈവം നമ്മേവരെയും വചനത്തിൻ്റെ മർമ്മങ്ങളാൽ ദൈവം നമ്മേവരെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2024 ആണ്ട് നമ്മെ വിട്ട് പിരിയുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ, നിമിഷങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ വഴി നടത്തി. വരാവുന്ന ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ച് സൂക്ഷിച്ചു. കഷ്ടതകളും നഷ്ടതകളും ശോധനകളും സുഖങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ 2024 ആണ്ട് നമ്മെ വിട്ട് പിരിയുവാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. 2025 എന്നത് ഒരു അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നന്മയുടെ വർഷമായി തീരട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലത്തെ വചന സന്ദേശം 2025 വർഷത്തിൽ നാം കടക്കുമ്പോൾ നമുക്കത് ഒരു അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലത്തെ വചനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 2-ാം വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇപ്രകാരമാണ്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, നാം 2025 കടക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സകലത്തിലും ശുഭമായും സുഖമായും ഇരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമുക്കേവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം അനേകം നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ വരും ദിവസങ്ങളിൽ 2025 ഏത് വർഷമായിരുന്നാലും നാം അനുഭവിക്കും. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതയാത്ര എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനേകം നഷ്ടങ്ങളും അനേകം ലാഭങ്ങളും അനേക സന്തോഷങ്ങളും അനേക ദുഃഖങ്ങളും ഒക്കെ കടന്നു വരും. അവിടെയൊക്കെയും പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. നാം സകലത്തിലും ശുഭമായും സുഖമായും ഇരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. ദൈവം നമ്മോട് ഹൃദ്യമായിട്ട് ഈ വചനത്താൽ ഇടപെടുകയാണ്. 2025 ആണ്ട് ഏവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നന്മയുടെയും വർഷമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയനെ, നിന്റെ ആത്മാവ് സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവം നമ്മെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്: നാം സകലത്തിലും ശുഭതയുള്ളവരായിട്ട് സുഖമായിട്ട് വസിക്കുവാൻ തക്കവണ്ണം, നീതിമാൻ നിർഭയനായിട്ട് വസിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതൽ, ആമേൻ, ദൈവത്തിൻ്റെ സഖ്യത അവനോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവം അവന് സംരക്ഷകനായിട്ടുണ്ടായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവകൽപ്പനയെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും കാവലും അനുഗ്രഹങ്ങളും ദൈവം അവരുടെ മേൽ ചൊരിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയനെ, നിന്റെ ആത്മാവ് സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ഈ പുതുവത്സരത്തിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം, സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ മേൽ ധാരാളമായിട്ട് ചൊരിയപ്പെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പുതുവത്സരത്തിൽ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്താൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയനെ, നിന്റെ ആത്മാവ് സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുമാറാകട്ടെ. എല്ലാ മേഖലകളിലും
ദൈവം നമ്മെ ധാരാളമായിട്ട് അവിടുത്തെ കൃപ പകർന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും എൻ്റെ പുതുവത്സര ആശംസകളെ നേരുന്നു. ദൈവത്തിൻ്റെ കൃപ എവരുടെ മേലും പകരപ്പെടുമാറാകട്ടെ.